യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കർത്താവിൻ്റെ രക്ഷയെ നാം ശാന്തതയോടെ ക്ഷമാപൂർവം കാത്തിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹത്തിന് വേണ്ടി, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള വലിയ അത്ഭുതത്തിന് വേണ്ടി നമ്മൾ ക്ഷമയോടെ കൂടെ കാത്തിരിക്കണം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാം തിരുവചനം, കർത്താവിൻ്റെ രക്ഷയെ ശാന്തതയോടെ ക്ഷമയോടെ കാത്തിരിക്കുന്നത് ഉത്തമമെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മളവിടെ കാണുന്നത്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തതയോടെ ക്ഷമയോടെ കാത്തിരിക്കുന്നത് ഉത്തമമാണ്. മനുഷ്യരായി നമുക്കെല്ലാവർക്കും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയുന്നത് കർത്താവിൻ്റെ രക്ഷയെ ശാന്തതയോടെ ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് ഉത്തമം. ചില സമയങ്ങളിലൊക്കെ നമ്മൾ നിരാശപ്പെടും. ഞാൻ ഇന്ന കാര്യം പ്രാർത്ഥിച്ചിട്ട്, ജോലിക്കാണെങ്കിൽ ജോലി എന്തോരം പ്രാർത്ഥിച്ച് എന്നിട്ട് ലഭിച്ചില്ലല്ലോ. ഒരു കുഞ്ഞിന് വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, ഇതുവരെ ഒരു കുഞ്ഞിനെ ലഭിച്ചില്ലല്ലോ. അല്ലെങ്കിൽ ഒരു തടസ്സം മാറാൻ എത്രയോ കാലമായി പ്രാർത്ഥിക്കുന്നു, അതൊന്നും മാറിയില്ലല്ലോ, ആ തടസ്സം മാറിയില്ല എന്നോർത്ത് വേദനിക്കുന്നവരുണ്ട്. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചത് മാറുന്നില്ലല്ലോ. ഒരു രോഗം വന്നു, ആ രോഗം മാറുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നവരൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് കർത്താവിൻ്റെ വചനം നമ്മളെ സ്വാധീനിക്കേണ്ടത്, സ്പർശിക്കേണ്ടത്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തതയോടെ കാത്തിരിക്കുന്നതാണ്, ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് ഉത്തമം. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണം, നിരാശപ്പെടാതെ പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തക്ക സമയത്ത് തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നേ ദിവസം ഒരു കൃപ യാചിക്കുക. ഈശോയെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഒരു ക്ഷമ നൽകണമേ. ശാന്തതയോടെ ഇതിനെയെല്ലാം കാത്തിരിക്കാനുള്ളൊരു കൃപ, ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വചനം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാം തിരുവചനം, കർത്താവിൻ്റെ രക്ഷയെ ശാന്തതയോടെ ക്ഷമയോടെ കാത്തിരിക്കുന്നത് ഉത്തമമാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഒരു പക്ഷെ നീ വലിയ സങ്കടത്തിലൂടെയാണ് പോകുന്നുണ്ടാവുക, നീ വലിയ ദുഃഖത്തിലൂടെയാണ് പോകുന്നുണ്ടാവുക. ഇതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല, എന്തൊരു മാനസിക സംഘർഷമൊക്കെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം. എങ്കിലും നീ നിരാശപ്പെടരുത്. കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. ദൈവം തക്ക സമയത്ത് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശോയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ടിരിക്കുക. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വലിയ നിരാശയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ ഒന്നും ശരിയായില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി കർത്താവ് ഒരു വഴി ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.